ഹലോ. നമ്മളില്ലേ ഈ ലൈഫിൽ ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സന്തോഷം നോക്കി നമ്മൾ മുമ്പോട്ട് പോവുക. ഇപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമാണ്, അവർ നമ്മുടെ കൂടെ എപ്പോഴും വേണമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ റിലേറ്റീവ്സ് ആവാം, ഫാമിലി ആവാം, മേ ബി നമ്മുടെ ലവർ ഓർ സ്പൗസ്, ആര് വേണേലും ആവാം, നമുക്കിഷ്ടമുള്ള ആര് വേണേലും ആവാം. അവരിൽ നമ്മുടെ ലൈഫിലൊന്നുമില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരു അത്രയും ഡീപ്പ് ഇമോഷൻസൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ടൈമിൽ അവർ നമ്മളുടെ അടുത്ത് പറയുന്ന എന്തെങ്കിലും കാര്യം കള്ളമാണെങ്കിലോ അല്ലെങ്കിൽ അവർ വേറെ ആരോടെങ്കിലും കുറച്ച് അറ്റാച്ച്ഡ് ആവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ആ ആൾക്ക് മേ ബി ഞാനായിരിക്കണം എന്നില്ല ബെസ്റ്റ് ഫ്രണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് എന്നെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അവരുടെ ഫാമിലി ആയിരിക്കും. അങ്ങനെ വരും. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നതിലും കൂടുതൽ മറ്റാരെങ്കിലും സ്നേഹിച്ചാലോ കുറച്ചധികം കെയർ ചെയ്താലോ എനിക്ക് അവിടെ നിന്നില്ലാത്തൊരു പോസസീവ്നെസ് വരും. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള പോസസീവ്നെസ് എന്ന് പറയുന്നത്. എനിക്ക് അതങ്ങ് സഹിക്കാൻ പറ്റില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരും, അതുവരെ ഞാൻ മമ്മീനെ വിളിക്കത്തേയില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മമ്മി അതെവിടാ, മമ്മി അതെന്തേ, മമ്മി ഇതെവിടാ, മമ്മി ഇങ്ങോട്ട് പോയോ, അങ്ങനെയായി കുറേ വിളിക്കും. അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിലുള്ള സമയത്ത് നമ്മൾ ഓവർ പോസസീവ്ഡ് ആയിരിക്കും. അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ലോകം. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഏതൊരാൾക്കും ഉണ്ടാവും. അങ്ങനെ ഒരാളും ഇല്ലാതെ നമ്മളങ്ങ് സർവൈവ് ഒന്നും ചെയ്യാൻ പോണില്ല. പറയുമ്പോൾ കുറേ ഡയലോഗ് അടിക്കും, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും, ഒറ്റയ്ക്ക് ജീവിക്കും, അങ്ങനെ കുറേ ഡയലോഗ് അടിച്ചാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. നമ്മൾ ആ ഒരാളുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കാറ്. ഇപ്പം എന്താ, എല്ലാവർക്കും കാണുമോടോ, ഒന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ചുറ്റും നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി, നമുക്ക് അവരെ അങ്ങ് ഹാപ്പി ആക്കാൻ പറ്റിയാലോ. ഇടയ്ക്ക് ചെറിയ ചെറിയ സർപ്രൈസൊക്കെ കൊടുത്തങ്ങ് ഹാപ്പി ആക്കുക. എല്ലാവരും എല്ലാ കാലത്തും ഒന്നിച്ച് കൂടെ ഉണ്ടാവണമെന്നില്ല. നാളെ അവർ നമ്മളെ വേദനിപ്പിച്ച് പോവാം, അല്ലെങ്കിൽ അവർ ഈ ലോകത്തില്ലാതാവാം. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിച്ച് വിഷമിക്കുന്നതിനെക്കാട്ടും മുന്നേ അവരെ അങ്ങ് ഹാപ്പി ആക്കി വയ്ക്കുക. അപ്പം ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.